ഇന്ത്യ വിട്ട് പോകുന്നതാണ് നല്ലത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാ പറയാതിരിക്കുക? ഗുകേഷ്, നിങ്ങളെല്ലാവരും 2-3 ദിവസമായിട്ട് വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന പേരാണ്. അതായത് ഇന്ത്യക്ക് വേണ്ടി വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടി ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യനായി നിൽക്കുന്ന ഗുകേഷ്. ഇപ്പോൾ ചാമ്പ്യനായപ്പോൾ എല്ലാവർക്കും ഈ പേരറിയാം. പക്ഷെ അതിന് മുന്നേ ഒരു ഗുകേഷ് ഉണ്ട്. ഗുകേഷിന് ഇതുവരെ വളർന്നു വരാനായിട്ട് എല്ലാ സഹായവും ചെയ്തിട്ടുള്ള കുടുംബത്തിൽ നിന്ന് മാത്രമാണ്. ഗുകേഷിൻ്റെ അപ്പയും അമ്മയും സമ്പാദിച്ച പണം കൊണ്ടാണ് ഗുകേഷ് ഇതുവരെ എത്തിയത്. അതിലും ഗുകേഷിന് ഇൻ്റർനാഷണൽ ട്രാവൽ പോകുമ്പോൾ അപ്പയുടെ ജോലി ഉപേക്ഷിച്ച് കൂടെ പോകുമ്പോൾ അമ്മ സമ്പാദിച്ച പണത്തിൻ്റെ മിച്ചം പിടിച്ചത് വെച്ചിട്ടാണ് ഇതെല്ലാം നേടിയെടുത്തത്. യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റിൽ ഏറ്റവും ചീപ്പ് നോക്കി ഉറങ്ങാൻ സ്ഥലമില്ലാതെ എയർപോർട്ടിലിരുന്ന് ഉറങ്ങി കഷ്ടപ്പെട്ട് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നേടിയെടുത്തപ്പോൾ ഇതിൻ്റെ പിറകിൽ ഒരു ഡാർക്ക് സൈഡ് വന്നു. ഈ ചാമ്പ്യൻഷിപ്പിലൂടെ നേടിയെടുത്ത 11.45 കോടി രൂപ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ടാക്സായി കെട്ടേണ്ടി വന്നത് 4.67 കോടി രൂപയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യക്ക് വേണ്ടി വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പോയി ചെക്ക് പറഞ്ഞ് ചാമ്പ്യൻഷിപ്പ് പട്ടം നേടി തിരിച്ചു വരുന്ന ഗുകേഷിന് നേരിടേണ്ടി വന്നത് ഗവൺമെൻറ്റിൻ്റെ ചെക്ക്മേറ്റാണ്, ടാക്സ് എന്ന ചെക്ക്മേറ്റ്. ഇത്രയും നേടിയെടുത്ത ഒരാളിന് ഇന്ത്യയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ പറയണം.